ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക മാർഗനിർദ്ദേശം. മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ ചൂട് കൂടുന്നു. 11 ജില്ലകളിൽ ശനിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ്. ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ വരെ സമയമുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26 രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങും. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 5 നടക്കും. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെ സമയമുണ്ട്. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക മാർഗനിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. മാർച്ച് മുതൽ ജൂൺ വരെ ശക്തവും ദൈർഘ്യമേറിയതുമായ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ചൂടിന്റെ ആഘാതം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പകൽ സമയത്ത് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാനും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കൂടാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ കുടിവെള്ളം, തണൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. ഛത്തീസ്ഗഡിലെ സർഗോജയിൽ നിന്ന് ശശി സിംഗ്, റായ്ഗഡിൽ നിന്ന് ഡോക്ടർ മെങ്കാദേവി സിംഗ്, ബിലാസ്പൂരിൽ നിന്ന് ദേവേന്ദർ സിംഗ് യാദവ്, കാങ്കറിൽ നിന്ന് ബിരേഷ് താക്കൂർ എന്നിവർ മത്സരിക്കും. സുധ തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ മത്സരിക്കും. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇതുമൂലം രാജ്യത്തെ ജനങ്ങൾ കൃഷിയിലേക്ക് തിരിഞ്ഞതായും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പാർട്ടി വക്താവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞെന്ന വാദം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ 11 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സർബാനന്ദ സോണോവാൾ, ജോർഹട്ടിൽ കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ്, ലഖിംപൂരിൽ BJP MP പ്രദാൻ ബറുവ, അസം ദേശീയ പരിഷത്ത് തലവനും മുൻ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നേതാവുമായ ലുരിൻജ്യോതി ഗൊഗോയ് എന്നിവരാണ് പത്രിക സമർപ്പിച്ച പ്രമുഖർ. ആദ്യഘട്ടത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. മണിപ്പൂരിലെ ഇന്നർ ഔട്ടർ ലോക്സഭാ സീറ്റുകളിലേക്ക് 2 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഇന്നർ മണ്ഡലത്തിൽ RPI ദേശീയ ജനറൽ സെക്രട്ടറി T മഹേശ്വർ, പ്രശസ്ത സിനിമാ നടൻ RK സോമേന്ദ്രോ, കോൺഗ്രസ് പ്രതിനിധി JNUവിലെ പ്രൊഫസർ ബിമോൾ അക്കോയ് എന്നിവർ മത്സരിക്കും. ഔട്ടർ സീറ്റിൽ മുൻ MLA ആൽഫ്രഡ് കഗം ഔത്തർ മത്സരിക്കുന്നു. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ത്രിപുരയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച 2-3 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് ത്രിപുര വെസ്റ്റ് പാർലമെന്ററി മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ വിശാൽ കുമാർ പറഞ്ഞു. കുറ്റക്കാർക്ക് കാരണം കാട്ടിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനായി രാഷ്ട്രീയ കക്ഷികളുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള സ്കൂൾ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ത്രിപുര വെസ്റ്റിൽ 793 പോളിംഗ് സ്റ്റേഷനുകളിൽ 165 എണ്ണം പ്രശ്നബാധിതമാണ്. ബിപ്ലബ് കുമാർ ദേബാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. ആശിഷ് സാഹയാണ് കോൺഗ്രസിനായി ജനവിധി തേടുന്നത്. ജമ്മുകാശ്മീരിൽ ഉധംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി 2 സ്ഥാനാർത്ഥികൾ കൂടി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ ഇവിടെ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം 7 ആയി. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിവരെ പത്രിക സമർപ്പിക്കാം. ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യം ഉയർത്തിയത് ഒരു പ്രത്യേക സമുദായത്തിലെ ആൾക്കാരാണെന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങളെ BJP വിമർശിച്ചു. ഇത്തരം പരാമർശങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ചിന്താഗതി പുലർത്തുന്നവരിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ BJP വക്താവ് സുധാൻഷു ത്രിവേദി പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് ശ്രീ പിണറായി വിജയൻ ഈ പരാമർശം നടത്തിയത്.
മഹാരാഷ്ട്രയിലെ അക്കോല വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് റദ്ദാക്കി. പുതിയ അംഗത്തിന് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ 1 വർഷത്തിൽ താഴെ സമയമേ ലഭിക്കൂ എന്നതിനാൽ മാർച്ച് 16 പുറപ്പെടുവിച്ച വിജ്ഞാപനം നിലനിർത്താനാകില്ലെന്നും ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 151A വകുപ്പിന്റെ ലംഘനമാണെന്നും കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും 6 ദിവസത്തെ റിമാൻഡും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് രാവിലെ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയാണ് ഹർജി പരിഗണിക്കുന്നത്. മാർച്ച് 21-നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. വിചാരണ കോടതി അദ്ദേഹത്തെ മാർച്ച് 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കേരളത്തിൽ ചൂട് കൂടുന്നു. 11 ജില്ലകളിൽ ശനിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി വരെയും, പത്തനംതിട്ടയിൽ 38 വരെയും, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 വരെയും, ആലപ്പുഴ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് അറിയിപ്പിൽ പറയുന്നു. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വേനൽ മഴ ലഭിച്ചേക്കും. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് 1-2 എന്ന സ്കോറിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ഇടപ്പാൾ നൽകുന്ന പ്രത്യേക റിപ്പോർട്ട്. ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ പെനാൽറ്റി ഗോളിൽ മുന്നിലെത്തിയിട്ടും ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ 23,000-ഓളം വരുന്ന കാണികൾക്ക് നിരാശ നൽകിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ കീഴടങ്ങൾ. 150-ാം രാജ്യാന്തര മത്സരത്തിനിറങ്ങിയ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഇടവേളയ്ക്ക് മുമ്പ് ഇന്ത്യക്ക് ലീഡ് നൽകിയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ വരുത്തിയ പിഴവുകൾ കാര്യങ്ങൾ തോൽവിയിലേക്ക് എത്തിച്ചു. റഹ്മത്ത് അക്ബാരിയും ഷെരീഫ് മുഹമ്മദുമാണ് അഫ്ഗാനായി ലക്ഷ്യം കണ്ടത്. കളി തീരാൻ 2 മിനിറ്റ് ബാക്കി നിൽക്കുകയായിരുന്നു വിജയ ഗോൾ. ഇതോടെ ലോകകപ്പ് യോഗ്യതയുടെ 3-ാം റൗണ്ടിൽ കടക്കാമെന്ന ഇന്ത്യയുടെ സാധ്യതകൾ തുലാസിലായി. 4 കളികളിൽ 4 പോയിന്റുമായി 2ാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും അടുത്ത മത്സരങ്ങളിൽ കരുത്തരായ ഖത്തറിനെയും കുവൈറ്റിനെയുമാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത്. ഫിഫ റാങ്കിങ്ങിൽ 41-ാം സ്ഥാനത്ത് ഉള്ള അഫ്ഗാനെതിരെ ഒരിക്കൽ പോലും കളിയിൽ ആധിപത്യം പുലർത്താൻ ഇന്ത്യക്കായില്ല. ഇനി ജൂണിലാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. IPL-ൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 63 റൺസിന് പരാജയപ്പെടുത്തി. 207 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടൈറ്റൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസിന് പുറത്തായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. മിയാമി ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യം പുരുഷ ഡബിൾസ് സെമിയിൽ കടന്നു. സെം വർബിക് ജോൺ പാട്രിക് സഖ്യത്തെ 3-4, 7-5, 10-7 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇവർ സെമിയിൽ കടന്നത്. തെലങ്കാനയിൽ സ്പെഷ്യൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഫോൺ ചോർത്തൽ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി കിഷൻ റെഡ്ഡി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമല്ല വ്യക്തികളും ഉൾപ്പെടുന്നതിനാൽ ഫോൺ ചോർത്തൽ ഗൌരവതരമായ പ്രശ്നമാണെന്ന് ശ്രീ കിഷൻ റെഡ്ഡി പറഞ്ഞു. ഇന്ന് ലോക നാടക ദിനം. ആഗോള പാരമ്പര്യമുള്ള സംസ്കാരത്തെ ചിത്രീകരിക്കുന്ന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിലൊന്നാണ് നാടകം. നാടകകലകളുടെ പ്രാധാന്യം ആഘോഷിക്കുന്ന ഈ ദിവസം നാടകകലകളുടെ സൗന്ദര്യം, പ്രാധാന്യം, വിനോദത്തിൽ അവയുടെ പ്രധാന പങ്ക്, തിയേറ്റർ ജീവിതത്തിൽ ചെലുത്തുന്ന പ്രതീകാത്മക സ്വാധീനം എന്നിവ സൂചിപ്പിക്കുന്നു. ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം നാടകവും സമാധാനത്തിന്റെ സംസ്കാരവും എന്നതാണ്. ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് 1962 മുതലാണ് ലോക നാടക ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഇന്റർ പാർലമെന്ററി യൂണിയൻ പരിപാടിയുടെ ഭാഗമായി അർമേനിയൻ പ്രതിനിധികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. അർമേനിയയെ പ്രതിനിധീകരിച്ച് ദേശീയ അസംബ്ലി വൈസ് പ്രസിഡന്റ് ഹക്കോബ് അർഷക്യാൻ പങ്കെടുത്തു. പാർലമെന്ററി കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടപെടാൻ നിരവധി സാധ്യതകളുണ്ടെന്ന് ശ്രീ ഹരിവംശ് പറഞ്ഞു. സാങ്കേതികവിദ്യ, കൃഷി, ഔഷധം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെയും അർമേനിയയുടെയും ബന്ധങ്ങൾക്ക് ചർച്ചകൾ പുതിയ മാനം നൽകും. ഇന്ത്യയുടെ എല്ലാ ബഹുമുഖ സംരംഭങ്ങളിലും അർമേനിയ നൽകുന്ന പിന്തുണയെ അദ്ദേഹം അഭിനന്ദിച്ചു. മ്യാൻമറിലെ ഇന്ത്യൻ അംബാസഡറായി മുതിർന്ന നയതന്ത്രജ്ഞൻ ശ്രീ അഭയ് താക്കൂറിനെ നിയമിച്ചു. 1992 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥനാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ശ്രീ താക്കൂർ ഇന്ത്യ അധ്യക്ഷത വഹിച്ചിരുന്നപ്പോൾ G20 പ്രക്രിയയിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സിനി വെസ്റ്റർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. സിനിപോളിസ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത നടൻ ബോമൻ ഇറാനി ഉദ്ഘാടനം ചെയ്യും. ചരക്ക് കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിന്റെ പ്രധാന ഭാഗം തകരുകയും തീപിടിച്ച കപ്പൽ മുങ്ങുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കനത്ത മഞ്ഞിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. പാലത്തിലൂടെ സഞ്ചരിച്ച നിരവധി കാറുകളും നദിയിൽ പതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക മാർഗനിർദ്ദേശം.
മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ ചൂട് കൂടുന്നു. 11 ജില്ലകളിൽ ശനിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.